രാംപൂർ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് മായ. അവൾ വളരെ കറുത്തിട്ടായിരുന്നു. അതിനാൽ അവളുടെ എല്ലാ സുഹൃത്തുക്കളും അവളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ കറുമ്പി വരുന്നു എന്ന് വിളിച്ചു അപമാനിച്ചിരുന്നു. ഈ കാര്യത്തിൽ അവൾ വളരെ സങ്കടപ്പെട്ടിരുന്നു. കാലം കടന്നുപോയി. അവളുടെ സ്വഭാവം വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ കിരൺ എന്ന പേരുള്ള ഒരാൾ അവളെ വിവാഹം കഴിച്ചു. അയാളുടെ സഹോദരന്റെ ഭാര്യ ശാന്തി വളരെ സുന്ദരിയായിരുന്നു. അതിനാൽ അവൾ എപ്പോഴും മായയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എപ്പോഴും ഒച്ചയെടുക്കുകയും ചെയ്തിരുന്നു. ഈ കാരണത്താൽ മായ വളരെയധികം ദുഃഖിച്ചിരുന്നു. ഇത് തന്റെ ഭർത്താവിനോട് അവൾ പറയുന്നു. നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എന്റെ ഏട്ടത്തിയമ്മ സുന്ദരിയാണ്. പക്ഷേ അവരുടെ മനസ്സ് നിന്റെ മനസ്സ് പോലെയല്ല. എനിക്ക് നിന്റെ മനസ്സാണ് ഇഷ്ടപ്പെട്ടത്. ഈശ്വരൻ നിനക്ക് നല്ല മനസ്സ് തന്നു. സൗന്ദര്യത്തിലല്ല കാര്യം. എന്നാൽ അമ്മായിയമ്മയും ശാന്തിയും ഒന്നാകുകയും ഇളയ മരുമകളായ മായയെ അപമാനിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവൾക്ക് അവരുടെ സംസാരങ്ങൾ സഹിക്കാൻ കഴിയാതെയായി. അങ്ങനെ പല ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവൾ ഒരു സ്വാമിയുടെ അടുത്തുപോയി. സ്വാമിജി, താങ്കൾ എല്ലാവരെയും സഹായിക്കുന്ന ആളല്ലേ, എന്നെയും സഹായിച്ചാലും. അവൾ കരഞ്ഞുകൊണ്ട് തന്റെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു. അതെല്ലാം കേട്ട് സ്വാമിജി ഇങ്ങനെ പറയുന്നു. നീ ഇപ്പോൾ വളരെ വിഷമത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നീ വിഷമിക്കേണ്ട കാര്യമേ ഉണ്ടാകില്ല. ഞാൻ നിനക്ക് മാന്ത്രിക ശക്തിയുള്ള ഒരു കണ്ണാടി തരാം. നീ എല്ലാ ദിവസവും നിന്റെ മുഖം ആ കണ്ണാടിയിൽ നോക്കണം. നീ എത്ര സുന്ദരിയാണെന്ന് നിനക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെ സ്വാമിജി പറയുന്നത് കേട്ട് സന്തോഷത്തോടെ മായ കണ്ണാടിയും കൊണ്ട് വീട്ടിൽ പോയി. പിറ്റേ ദിവസം അവൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. കണ്ണാടിയിൽ അവളുടെ രൂപം വെളുത്ത സുന്ദരിയായി കാണപ്പെട്ടു. അത് കണ്ട് മായയ്ക്ക് വളരെ സന്തോഷമായി. ഇതെന്താ, ഞാൻ ഇത്ര സുന്ദരിയാണോ എന്നവൾ ചിന്തിച്ചു. അങ്ങനെ അവൾ തൊട്ടടുത്തുള്ള മറ്റൊരു കണ്ണാടിയിൽ അവളുടെ മുഖം നോക്കുന്നു. പക്ഷേ ആ കണ്ണാടിയിൽ അവളുടെ രൂപം കറുത്തതായി തന്നെ കാണപ്പെട്ടു. അല്ല, ഇതെന്താ, സ്വാമിജി തന്ന കണ്ണാടിയിൽ ഞാൻ നല്ല സുന്ദരിയായിരിക്കുന്നു, എന്നാൽ ഈ കണ്ണാടിയിൽ അങ്ങനെയല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവൾ വിഷമിക്കുന്നു. അപ്പോൾ ആ മാന്ത്രിക കണ്ണാടിയിൽ നിന്ന് ഒരു ശബ്ദം വരുന്നു. മായ, ഞാനാണ് മാന്ത്രിക കണ്ണാടി. നിങ്ങൾ കണ്ട രൂപം നിങ്ങളുടെ മനസ്സിന്റെയാണ്. നിങ്ങളുടെ മനസ്സ് എത്ര നല്ലതാകുന്നു അത്രയും സൗന്ദര്യമുള്ളതായിരിക്കും നിങ്ങളുടെ മുഖവും. മനുഷ്യന് പുറമേയുള്ള സൗന്ദര്യം മാത്രമല്ല, മനസ്സിന്റെ സൗന്ദര്യവും അത്യാവശ്യമാണ്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഈ വിഷയത്തിൽ മായ എനിക്കിത് നന്നായി മനസ്സിലായി എന്നുത്തരം കൊടുക്കുന്നു. ഇങ്ങനെ ആ മാന്ത്രിക കണ്ണാടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ദിവസങ്ങൾ പോകുന്തോറും മായയുടെ മനസ്സ് എത്ര നല്ലതാണോ അതുപോലെ തന്നെ അവളുടെ മുഖവും അത്രയേറെ സൗന്ദര്യമുള്ളതായി മാറാൻ തുടങ്ങി. ഇത് കണ്ട് അവളുടെ ഏട്ടത്തിയമ്മയും അമ്മായിയമ്മയും ഞെട്ടിപ്പോകുന്നു. അല്ല, നിനക്കെങ്ങനെയാ നോക്കി നിൽക്കേ ഇത്ര സൗന്ദര്യം വെച്ചത്? അവൾ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു. ഇതിന്റെ രഹസ്യം അറിയാൻ വേണ്ടി അവളുടെ അമ്മായിയമ്മയും ഏട്ടത്തിയമ്മയും അവളോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങുന്നു. പക്ഷേ അപ്പോഴും അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അപ്പോൾ തന്നെ സ്വാമിജിയെ കാണാൻ അങ്ങോട്ടേക്ക് പോകുന്നു. സ്വാമി, താങ്കൾ തന്ന കണ്ണാടി എന്നെ വളരെ സൗന്ദര്യമുള്ളവളാക്കി മാറ്റി. പക്ഷേ എനിക്കിപ്പോഴും വല്ലാത്തൊരു സങ്കടമാണ് മനസ്സിൽ. ഈ ലോകത്ത് സൗന്ദര്യമില്ലാത്തവരോട് ആരും തന്നെ നല്ല രീതിയിൽ പെരുമാറില്ലേ? സൗന്ദര്യമുള്ളവർക്ക് മാത്രമാണോ ഈ ലോകത്തിൽ നന്നായി ജീവിക്കാനുള്ള അനുവാദമുള്ളത്? സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതും സൗന്ദര്യവുമായി എന്താണ് ബന്ധം സ്വാമി? എനിക്കിതെല്ലാം ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. നോക്കൂ മായ, ഈ ലോകം അങ്ങനെയാണ്. ഒരു മനുഷ്യന് എന്താണ് കുറവുള്ളത് എന്ന് നോക്കി അതിനെ മാത്രം എടുത്തു പറയും. അതെ സ്വാമി, സ്വാമി പറഞ്ഞത് വളരെ ശരിയാണ്. മനുഷ്യർ എപ്പോൾ എങ്ങനെ ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. എന്റെ ഈ വിഷമം കൂടി അങ്ങ് മാറ്റിത്തരണം സ്വാമി. എനിക്ക് ഇത്രയും നല്ലൊരു മുഖം തന്നതിന് നന്ദി പറയുന്നു സ്വാമി. ഇങ്ങനെ പറഞ്ഞ് മായ അവിടെ നിന്ന് പോകുന്നു. അമ്മായിയമ്മയും ഏട്ടത്തിയമ്മയും ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിയമ്മയും ഏട്ടത്തിയമ്മയും ഇങ്ങനെ പറയുന്നു. ഓഹോ, അപ്പോൾ ഇതെല്ലാം സ്വാമിജിയുടെ അത്ഭുതമാണല്ലേ.
എല്ലാം ആ മാന്ത്രിക കണ്ണാടിയുടെ ഗുണമാണ്. വരൂ അമ്മായിയമ്മേ, നമുക്ക് ഇപ്പോൾ തന്നെ പോയിട്ട് ആ കണ്ണാടി അവിടുന്ന് മാറ്റാം. അവൾ വരുന്നതിന് മുമ്പ്. മായ അവിടെ എത്തുന്നതിന് മുമ്പ് അവര് രണ്ടുപേരും ചേർന്ന് ആ മാന്ത്രിക കണ്ണാടി അവിടെ നിന്ന് മാറ്റുന്നു. മാന്ത്രിക കണ്ണാടി അവിടെ നിന്ന് പോയി എന്നത് കണ്ട് മായ വളരെയധികം വിഷമിക്കുന്നു. ഈ കാര്യം അപ്പോൾ തന്നെ അവൾ പോയി സ്വാമിജിയോട് പറയുന്നു. തിരക്ക് കൂട്ടണ്ട, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞ് സ്വാമിജി അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അമ്മായിയമ്മയും ഏട്ടത്തിയമ്മയും ആ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സ്റ്റൈലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണാടിയിൽ രണ്ടുപേരും അതിമനോഹരികളായി കാണപ്പെട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മായിയമ്മയും മരുമകളും നോക്കി നിൽക്കെ കറുത്ത് കറുമ്പികളായി മാറി. അവര് തന്നെ അവരുടെ രൂപം കണ്ട് പേടിച്ചുപോയി. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ പറയുന്നു. നമ്മളെന്താ ഇങ്ങനെ കറുത്തുപോയത്? അവളാണെങ്കിൽ നല്ല വെളുത്തിരിക്കുന്നു. അതെ അമ്മായിയമ്മേ, നമ്മളെന്താ ഇങ്ങനെ കറുത്തുപോയത്? അവർ രണ്ടുപേരും കരയുന്ന ശബ്ദം കേട്ട് മായ അങ്ങോട്ടേക്ക് വരുന്നു. അവരെ കണ്ട് മായ ഞെട്ടിപ്പോകുന്നു. വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് അമ്മായിയമ്മ നടന്ന കാര്യങ്ങളൊക്കെ മായയോട് പറയുന്നു. കണ്ണാടി മോഷ്ടിച്ചത് ഞങ്ങളാണെന്നും എല്ലാ കാര്യങ്ങളും മായയോട് പറയുന്നു. അതില് നോക്കിയാണ് ഞങ്ങളുടെ മുഖം ഇങ്ങനെ ഇപ്പോൾ കറുത്തുപോയത് എന്നും പറയുന്നു. ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവളോട് കരഞ്ഞു ചോദിക്കുന്നു. അയ്യോ, നിങ്ങൾ എന്തായി കാണിച്ചത്? സാരില്ല, നമുക്ക് പോയി സ്വാമിജിയോട് ഇതിന് എന്തെങ്കിലും കോമ്പഴിയുണ്ടോന്ന് ചോദിക്കാം. വരൂ. ഇങ്ങനെ അവൾ അവരെ കൂട്ടി സ്വാമിജിയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൾ എല്ലാ കാര്യവും സ്വാമിജിയോട് പറയുന്നു. നോക്കൂ, നിങ്ങളത് മോഷ്ടിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ സ്വാർത്ഥത ഉപേക്ഷിച്ച് എപ്പോൾ മുതലാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ തുടങ്ങുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സൗന്ദര്യം തിരിച്ചു കിട്ടും. പക്ഷേ അതുവരെ ഇങ്ങനെ കഴിയേണ്ടി വരും. അവർ കരഞ്ഞുകൊണ്ട് സ്വാമിജിയോട് ഇങ്ങനെ പറയുന്നു. സ്വാമി, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. മായ കറുത്തതായതുകൊണ്ട് ഞങ്ങൾ എത്ര അവളെ അപമാനിച്ചു. ഇനി ഒരിക്കലും ഇതുപോലെ ആരെയും ഞങ്ങൾ അപമാനിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി സ്വാമി. അപ്പോൾ സ്വാമിജി അവരെ ആശീർവദിച്ച് വീട്ടിലേക്ക് മടക്കി അയക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവർ 3 പേർക്കുമിടയിൽ നല്ലൊരു സൗഹൃദം വളർന്നു. അവരുടെ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളൊക്കെ മാറി. അവർ മായയോട് മാത്രമല്ല ബാക്കിയുള്ളവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവർക്ക് അവരുടെ പഴയ രൂപം തിരിച്ചു കിട്ടി. അവർക്ക് വളരെ സന്തോഷമാകുന്നു. അപ്പോൾ അമ്മായിയമ്മ മായയോട് ഇങ്ങനെ പറയുന്നു. മായ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രൂപം തിരിച്ചു കിട്ടി. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. മായയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പുറമേയുള്ള സൗന്ദര്യത്തിലല്ല കാര്യമെന്ന്? അമ്മായിയമ്മേ, ഇനിയെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ നല്ല രീതിയിൽ പെരുമാറി നമുക്കൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ രൂപം തിരിച്ചു കിട്ടിയതോടെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വേണ്ടാത്ത ചിന്തകളും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ രൂപം തിരിച്ചു കിട്ടിയതുകൊണ്ട് ഇനിയും മുന്നോട്ടും നല്ല രീതിയിൽ തന്നെ എൻ്റെ നിൽക്കുമല്ലോ അല്ലേ? മായ, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞങ്ങൾക്ക് ബുദ്ധി വന്നു. ഞങ്ങൾക്ക് മനസ്സിലായി. കറുപ്പും വെളുപ്പുമൊക്കെ മനുഷ്യന്റെ സ്വഭാവത്തിലാണുള്ളത്. പണ്ട് നിന്നെ അപമാനിച്ചതിനൊക്കെ ഞങ്ങളിപ്പോൾ നിന്നോട് മാപ്പ് പറയുകയാണ്. ഇങ്ങനെ അമ്മായിയമ്മയും ഏട്ടത്തിയമ്മയും മായയോട് പിന്നെയും മാപ്പ് പറയുന്നു. അയ്യോ, നിങ്ങൾ എന്നോട് മാപ്പൊന്നും പറയണ്ട. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് സന്തോഷത്തോടെ എല്ലാ പണികളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് സുഖത്തിലും ദുഃഖത്തിലും നമുക്കിവിടെ കഴിയാം. അന്നു മുതൽ അമ്മായിയമ്മയും മായയും ശാന്തിയും ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.